CPI ലോക്കൽ കമ്മിറ്റി അംഗം ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള പ്രഭാകരൻ വിയറിനെ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. CPI ബ്രാഞ്ച് സെക്രട്ടറി ഗംഗാധരൻ പൂപ്പറമ്പിൽ അദ്ദേഹത്തെ ഈ അവസരത്തിൽ BJPയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. BJPയുടെ ജില്ലാ പ്രസിഡന്റ്, ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ, മറ്റു സഹപ്രവർത്തകരെ, ഇന്ന് മുള്ളൂർക്കര ഒരു മാതൃകയാവുകയാണ് എന്നുള്ളതാണ് എനിക്ക് ആത്മാർത്ഥമായി പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ ആ ഭരണഘടനയുമെല്ലാം ഇന്നേ വരെ ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരു ആളായിരുന്നു ഞാൻ. പക്ഷേ ആ പാർട്ടിയെ ഏതാനും ചില വ്യക്തികൾ സ്വാർത്ഥ താല്പര്യത്തിനും സാമ്പത്തിക ലാഭത്തിനുമായി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ മുള്ളൂർക്കരയെ ഇങ്ങനെ മാറ്റാനുള്ളൊരു പ്രേരണ ഉണ്ടായിട്ടുള്ളത്. ഈ മാറ്റത്തിന് ശേഷം ഞങ്ങൾ കുറച്ച് ദിവസം പല രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഞങ്ങളെ ബന്ധപ്പെട്ടു. ഞങ്ങൾ കൂട്ടായിട്ടുള്ള ഒരു തീരുമാനം എന്താണോ അതിന്റെ ഭൂരിപക്ഷം, എന്താണോ അതിന്റെ മെറിറ്റ് എന്ന് നോക്കി ഞങ്ങൾ മറുപടി പറയാമെന്നാണ് ഞങ്ങളെ ബന്ധപ്പെട്ട ആളുകളെല്ലാം പറഞ്ഞത്. കൂടി ആലോചിച്ചപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള എല്ലാ മെമ്പർമാരും ഭൂരിഭാഗം, അതിൽ 1-2 വ്യക്തികളെല്ലാം ചില വ്യത്യാസങ്ങളുണ്ടാവാം, എങ്കിലും ഇത് 1-ാം ഘട്ടമാണ്. 2-ം ഘട്ടം, 2-ാവും 3-ാവും അങ്ങനെ 4-ാം ഘട്ടത്തിലേക്ക് മാറി മുള്ളൂർക്കരയിലെ വലിയ ഒരു ചേലക്കര മണ്ഡലത്തിലെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന രീതിയിലേക്ക് ഇവിടുത്തെ BJPയെ മാറ്റുക എന്നുള്ള ഒരു കർത്തവ്യത്തിലേക്കാണ് ഞാനിവിടെ ഈ പാർട്ടി രംഗത്തുമെടുത്തിരിക്കുന്നത്. ഇതിൽ ഇത്രകാലം ഞാൻ ഈ പാർട്ടിയെ അതിൻ്റെ പാർട്ടിയുടെ കുറവുകളെല്ലാം ഈ വേദികളിൽ പ്രസംഗിച്ചിരുന്നെങ്കിലും കുറച്ച് വെഴുകിപ്പോയി എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് കാരണം കൊണ്ട് എനിക്ക് മെമ്പർഷിപ്പ് തന്ന ഈ സംസ്ഥാന കമ്മിറ്റിയുടെ ഭാരവാഹികളും ജില്ലാ കമ്മിറ്റി ഭാരവാഹികളും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. രാജ്യവ്യാപകമായിട്ട് BJPയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിലും നിരവധി രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും BJPയിൽ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നിരവധി ആളുകൾ വന്നിരിക്കുകയാണ്. ഇതിൽ സുരേഷ് ഗോപി തന്നെയാണ് നേരിട്ട് ഇവർക്ക് മെമ്പർഷിപ്പ് നൽകി പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. ഈ സമയത്ത് BJPയുടെ കാര്യകർത്താക്കളും അതോടൊപ്പം തന്നെ മെമ്പർഷിപ്പ് സ്വീകരിച്ച BJPയുടെ പുതിയ പ്രവർത്തകരും നമ്മോടൊപ്പം ചേരുകയാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു? K. സുരേഷ്. ചുമതല എന്താണ്? BJPയുടെ സ്റ്റേറ്റ് കൗൺസിൽ മെമ്പറാണ്. എത്ര ആളുകൾ വന്നിട്ടുണ്ട് ഇവിടെ ചാലക്കുടിയിൽ? BJPയിലേക്ക് എത്ര ആളുകൾ എത്തിയിട്ടുണ്ട്? ഇപ്പൊ ഏകദേശം ഒരു 500 പരം ആളുകൾ BJPയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇവിടെ മാത്രം ചാലക്കുടി മണ്ഡലം 2 ഇതായിട്ടുണ്ട്. നിയോജക മണ്ഡലം അടിസ്ഥാനത്തിൽ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ചാലക്കുടി, കൊടകര, കോടശ്ശേരി മാത്രം ഒരു 500ഓളം വരുന്ന ആളുകൾ പാർട്ടിയിലേക്ക് പുതിയതായിട്ട് കടന്നു വന്നിട്ടുണ്ട്. ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ആരെങ്കിലും എത്തിയിട്ടുണ്ടോ? ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട്. എത്തിയിട്ടുണ്ട്. ചേട്ടാ നമസ്കാരം. പ്രജിത്ത് എന്നാണ് പേര്. BJPയുടെ ചാലക്കുടി മണ്ഡലം പ്രസിഡന്റാണ്. എങ്ങനെയുണ്ട് പ്രവർത്തനം? എങ്ങനെയുണ്ട്? അതിന്റെ ഭാഗമാണോ ഇത്? വലിയ രീതിയിൽ ജനങ്ങളിൽ വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ വിജയമൊക്കെ തൃശ്ശൂർ ജില്ലയിൽ പ്രത്യേകിച്ച് ഞങ്ങൾക്കൊക്കെ വലിയൊരു മാറ്റം ആളുകൾ ഉണ്ടായിട്ടുണ്ട്. വലിയൊരു പാർട്ടിയിലേക്ക് കൂടുതൽ വിശ്വാസ്യതയും വലിയൊരു പ്രതീക്ഷയാണ് ജനങ്ങൾ കാത്തുവെക്കുന്നത്. അതുകൊണ്ടാണ് നിരവധി പേര് നമ്മൾ തേടി BJPയുടെ മെമ്പർഷിപ്പ് എടുക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ആരെങ്കിലും എത്തിയിട്ടുണ്ടോ? CPM, CPI, കോൺഗ്രസിൽ നിന്ന് CPI നിന്നൊക്കെ നിരവധി ആയിട്ടുള്ള ആളുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് തന്നെ അദ്ദേഹം കോൺഗ്രസിന്റെ ഫാർമേഴ്സ് ബാങ്കിന്റെ ഡയറക്ട് ബോർഡ് മെമ്പറായിരുന്നു. അദ്ദേഹം ഇന്നിപ്പോൾ സുരേഷ് ഗോപിയിൽ നിന്നും മെമ്പർഷിപ്പ് എടുത്തു. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് CPMൽ മെമ്പർഷിപ്പ് പ്രവർത്തിച്ചിരുന്ന സ്ത്രീകളടക്കമുള്ള ആളുകൾ ഇന്നിപ്പോൾ സുരേഷ് ഗോപിയിൽ നിന്ന് മെമ്പർഷിപ്പ് എടുത്തേക്കാണ്. ചേട്ടാ നമസ്കാരം. പേരെന്തായിരുന്നു? വിനോദ്. ചുമതല മോർച്ച മണ്ഡലം പ്രസിഡന്റാണ്. നിരവധി ഈഴവ സമൂഹത്തിന്റെ വോട്ട് ഇത്തവണ BJPക്ക് ഒരുപാട് ലഭിച്ചെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ NDA നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു 75% കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈഴവ സമുദായത്തിന്റെ. അതുകൊണ്ടാണ് നമുക്ക് തൃശ്ശൂർ വിജയിക്കാൻ പറ്റിയത്. നമുക്ക് പിന്നെ മറ്റ് സമുദായങ്ങളുടെ വോട്ടും കിട്ടിയിട്ടുണ്ട് നമുക്ക് 10%. ചേട്ടാ നമസ്കാരം. എൻ്റെ പേര് ശേഖരൻ. ചേട്ടാ BJPയിലേക്ക് പ്രവേശിക്കാനുണ്ടായ കാരണം എന്താ? എനിക്ക് ഇപ്പോൾ രാജ്യം വന്നോന്നുള്ള ഒരു ആഗ്രഹമുള്ളത് കൊണ്ട് BJPയിലേക്ക് വന്നതാണ്. ഇപ്പോഴത്തെ പ്രവർത്തന രീതി കാണുമ്പോൾ അത് തീർച്ചയായിട്ടും അത് തന്നെയാണ് ശരി. ഞാൻ ഒരു 50 വർഷത്തിൽ മേലെ കോൺഗ്രസ്സിൽ വർക്ക് ചെയ്ത ആളാണ്. ഇപ്പോൾ
ഇവിടെ വന്ന് സുരേഷ് ഗോപി സാറിൻ്റെ കയ്യിൽ നിന്ന് മെമ്പർഷിപ്പ് വാങ്ങി. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും വർഷം പ്രവർത്തിച്ചത് നഷ്ടമായി എന്ന് തോന്നുന്നു. ഞാൻ അതിനിടയ്ക്ക് കുറച്ച് കാലം ഇവിടെ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോഴത്തെ രീതി ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. രാഹുൽ ഗാന്ധിയെ പറ്റി എന്താണ് അഭിപ്രായം? രാഹുൽ ഗാന്ധിനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രാജ്യദ്രോഹം ചെയ്യുന്ന ഒരാളായിട്ട് മാറിയിരിക്കുക, അത്രമാത്രമേ പറയാനുള്ളൂ. വേറൊന്നും പറയാനില്ല. അല്ല, ഇവിടുത്തെ നിലവിലെ BJPയുടെ തൃശ്ശൂർ ജില്ലയുടെ ചാലക്കുടിയിലൊക്കെ BJP കാര്യകർത്താക്കളുടെ പ്രവർത്തനത്തിൽ സംതൃപ്തനാണോ? ഞാൻ തൃപ്തനാണ്. കാരണം ഞാനിപ്പോൾ ഇതിലേക്ക് വരാൻ തന്നെ കാരണം എൻ്റെ ഒരു സുഹൃത്ത്, സഹോദര സുഹൃത്തായ രാജേഷ് എന്ന് പറഞ്ഞ ഒരാളാണ് ഞാനായിട്ട് സംസാരിച്ച് അങ്ങനെയാണ് ഞാൻ ബന്ധപ്പെടുന്നത്. പിന്നെ ഇത് എൻ്റെ സുഹൃത്താണ്. അതെ. ഇപ്പോൾ ഈ നിലവിൽ ഇത്രയും കാലം പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിലെ കാര്യകർത്താക്കളോ മറ്റുള്ള പ്രവർത്തകരോ പോകരുത് എന്ന് പറഞ്ഞു BJP? ഇല്ല, ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് തിരിച്ചു വരുന്ന കാര്യം. കാരണം എനിക്ക് അത് ലൈൻ ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ രാജ്യം നന്നാവുന്ന ഒരു പാർട്ടിയിൽ ഒന്ന് ചേരാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ സുരേഷ് ഗോപി MP ആയതിനു ശേഷം ഒരുപാട് വിമർശനങ്ങളുണ്ടല്ലോ. അദ്ദേഹം സിനിമയിൽ അഭിനയിക്കാൻ വീണ്ടും പോകുന്നു, ജനങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നില്ല എന്നുള്ള ഒരു വലിയ വിമർശനം കോൺഗ്രസും LDF ഒക്കെ നടത്തുന്നുണ്ട്. എന്താണ് പറയാനുള്ളത്? അത് വിമർശനം പറയുന്നത് കാര്യം അത് കറക്റ്റും ശരിയല്ല. ഓരോ രംഗത്ത് വരുമ്പോഴും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്കതിനെ പറ്റിയൊന്നും പറയാനില്ല. തൃശ്ശൂരിൽ BJPയുടെ മെമ്പർഷിപ്പ് ക്യാമ്പയിന് തുടക്കം ആയിരിക്കുകയാണ്. BJPയുടെ ജില്ലാധ്യക്ഷൻ KK അനീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് മെമ്പർഷിപ്പ് ക്യാമ്പയിന് ആരംഭം കുറിച്ചിരിക്കുന്നത്. തൃശ്ശൂരിലെ നഗരവീഥികളിൽ ഇപ്പോൾ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ പോസ്റ്ററുകൾ പതിച്ചുകൊണ്ടാണ് BJPയുടെ തൃശ്ശൂർ ജില്ലാധ്യക്ഷൻ ഇതിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. BJPയുടെ ജില്ലാ കാര്യകർത്താക്കളും അതോടൊപ്പം തന്നെ നിയോജക മണ്ഡലം കാര്യകർത്താക്കളും ഈ ഒരു സമയത്ത് ഈ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാവുകയാണ്. ഈ സൈഡിൽ അതെ